ഈ ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിഭാഗക്കാർ ആരാധന നടത്തിയോ? ആരാധന നടത്തി. കോടതി അനുമതിയോടെയാണ് ആരാധന നടത്തിയിരിക്കുന്നത്. 7 ദിവസത്തിനകം നടപടിയെടുക്കാനും പൂജയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്ന ഭാഗം ഇരുമ്പുവേലി കെട്ടി തിരിക്കാനും കളക്ടർക്കുള്ള നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കാശി വിശ്വനാഥ ട്രസ്റ്റ് ശുപാർശ ചെയ്യുന്ന പൂജാരിക്കാണ് അവിടെ പൂജ നടത്താനുള്ള അനുമതിയെന്നും ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം കാശി വിശ്വനാഥ ട്രസ്റ്റ് നിയോഗിച്ച പൂജാരിയാണ് അവിടെ ആരതി നടത്തിയത്. ഈ മസ്ജിദിൽ എങ്ങനെ ഹിന്ദു വിഭാഗക്കാർക്ക് ആരാധന നടത്താൻ അനുമതി കിട്ടിയത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മസ്ജിദിന്റെ വ്യാസ്ക തഹ്ഖാന എന്നറിയപ്പെടുന്ന തെക്കേ ഭാഗത്തുള്ള നിലവറ 1993 മുലായം സിംഗ് യാദവ് UP മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പൂട്ടിമുദ്ര വെച്ചിരുന്നു. ഈ നിലവറയിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും മറ്റും ഉണ്ടെന്നാണ് ഹർജിക്കാരനായിട്ടുള്ള ആചാര്യ വേദവ്യാസ പീഠത്തിന്റെ മുഖ്യ പുരോഹിതൻ ശൈലേന്ദ്രകുമാർ പാഠക് വ്യാസ് വാദിച്ചിരിക്കുന്നത്. ഈ പള്ളിയിൽ 4 നിലവറകളാണുള്ളത്. അതിലൊന്ന് അവിടെ താമസിച്ചിരുന്ന പുരോഹിത കുടുംബത്തിന്റെ കൈവശമാണ്. പരമ്പരാഗത പുരോഹിതർ എന്ന നിലയിൽ കെട്ടിടത്തിൽ പ്രവേശിച്ച ആരാധന നടത്താനുള്ള അനുമതിയാണ് ശൈലേന്ദ്രകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗ്യാൻവാബി മസ്ജിദ് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ആവശ്യപ്പെട്ടിരുന്നു. വാരണാസിയിലെ മനോഹരമായ ക്ഷേത്രം തകർത്തതിനു ശേഷമാണ് പള്ളി നിർമ്മിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്നും അതുകൊണ്ട് പള്ളി ക്ഷേത്രത്തിനായി ഹിന്ദു വിഭാഗത്തിന് വിട്ടുകൊടുക്കണമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം. അതുപോലെ ഗ്യാൻവാബി മസ്ജിദിലെ അംഗശുദ്ധി വരുത്തുന്ന വുളുഗാനിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തണമെന്നാണ് ഹിന്ദുക്കളുടെ ആവശ്യം. ഇവിടെ മുൻപ് അഭിഭാഷകർ പരിശോധന നടത്തിയപ്പം ശിവലിംഗം കണ്ടെത്തിയതായിട്ടാണ് ഹിന്ദുക്കളുടെ വാദം. പക്ഷേ അത് ജലധാരയുടെ ഭാഗമാണെന്നാണ് മുസ്ലിം വിഭാഗക്കാർ വാദിക്കുന്നത്. പള്ളി നിലനിൽക്കുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെയാണ് ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ട്രസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഗ്യാൻവാബി മസ്ജിദിലെ നിലവറയിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള അനുമതി വാരണാസി ജില്ലാ കോടതി നൽകുന്നത്. അപ്പം ഇതൊരു വിജയമാണെന്ന് ഹിന്ദു വിഭാഗവും നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മസ്ജിദ് കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട്. വ്യാസ് കുടുംബത്തിന്റെ കൈവശാവകാശത്തിലാണ് ഈ നിലവറയെങ്കിലും ഹർജിയെ തുടർന്ന് കോടതി നിയോഗിച്ച റിസീവറായ കളക്ടറുടെ അധികാരത്തിലാണ് നിലവിൽ സ്ഥലമുള്ളത്. എന്തായാലും 31 വർഷത്തിനു ശേഷമാണ് ഹിന്ദു വിഭാഗക്കാർക്ക് ഇവിടെ ആരാധന നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്.